നമസ്കാരം. മാർക്കറ്റ് വാച്ചിലേക്ക് വീണ്ടും സ്വാഗതം. ഓഹരി വിപണിയിൽ ശ്രദ്ധേയമായ ക്ലോസിംഗ് ആണ് വെള്ളിയാഴ്ച ഉണ്ടായത്. മികച്ച മുന്നേറ്റം വെള്ളിയാഴ്ചത്തെ വ്യാപാരത്തിലും അനുഭവപ്പെട്ടു. 10,800-നരികെയാണ് നിഫ്റ്റിയുടെ ക്ലോസിംഗ് ഉണ്ടായത്. 35,600-ന് മുകളിൽ സെൻസെക്സും എത്തി. വെള്ളിയാഴ്ച മികച്ച നേട്ടം വിപണിക്കുണ്ടായെങ്കിലും പോയ വാരത്തിലെല്ലാം ഒരു ചാഞ്ചാട്ടം വിപണിയിൽ അനുഭവപ്പെടുന്നത് നമ്മൾ കണ്ടു. മാർക്കറ്റ് വാച്ച് കഴിഞ്ഞ ആഴ്ചത്തെ പ്രധാനപ്പെട്ട സംഭവങ്ങളെ വിലയിരുത്തുന്നു. പതിവ് പോലെ ഹെഡ്ജ് ഇഗ്രീസിനെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായ എൻ ഭുവനേന്ദ്രൻ മാർക്കറ്റ് വാച്ചിൽ ചേരുകയാണ്. നമസ്കാരം ഭുവനേന്ദ്രൻ, മാർക്കറ്റ് വാച്ചിലേക്ക് സ്വാഗതം. വെള്ളിയാഴ്ചയും മികച്ച നേട്ടത്തോടെയാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തത്. എങ്ങനെയാണ് പോയ വാരം വിപണിയെ താങ്കൾ വിലയിരുത്തുന്നത്? ഈ വീക്ക് മാർക്കറ്റ് വോളറ്റിലിറ്റി വളരെ കൂടുതലായിരുന്നു. ഡേ ടു ഡേ ബേസിസിലായിരുന്നു മാർക്കറ്റ് വോളറ്റിലിറ്റി. മൺഡേ വളരെ ബെറ്റർ ആയിട്ടുള്ളൊരു പോസിറ്റീവ് ഓപ്പണിംഗ് വന്നു. 10,830 വരെ മാർക്കറ്റ് മൂവ് ചെയ്തിരുന്നു. അതിനുശേഷം വീണ്ടും ട്യൂസ്ഡേ മാർക്കറ്റ് കറക്ഷൻ മോഡിലേക്ക് മൂവ് ചെയ്തു. മേജർ സപ്പോർട്ട് ലെവലിനടുത്തേക്ക് 10,700-അടുത്തേക്ക് മാർക്കറ്റ് കറക്റ്റ് ചെയ്തു. വീണ്ടും വെനസ്ഡേ വീണ്ടും മാർക്കറ്റ് കുറച്ചുകൂടെ ബെറ്റർ സോണിലേക്ക് പോയി. എഗെയിൻ തേഴ്സ്ഡേ മാർക്കറ്റ് ഒരു അവസരത്തിൽ 10,800-ന് മുകളിലേക്ക് വീണ്ടും മൂവ് ചെയ്തു. എഗെയിൻ ഫ്രൈഡേ മാർക്കറ്റ് എഗെയിൻ ഒരു സപ്പോർട്ട് ലെവലിലേക്ക് 10,700-അടുത്തേക്ക് മൂവ് ചെയ്തിരുന്നു. അപ്പോൾ ത്രൂ ഔട്ട് ദ വീക്ക് മാർക്കറ്റ് വളരെ വോളറ്റൈലായിരുന്നു. വരും ദിവസങ്ങളിൽ ഈ വോളറ്റിലിറ്റി കണ്ടിന്യൂ ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മേജറായിട്ടുള്ളൊരു ഗ്ലോബൽ ന്യൂസ് എന്ന് പറയുന്നത് US ചൈന ട്രേഡ് വാർ തന്നെയാണ്. അത് റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസ് ഗ്ലോബൽ മാർക്കറ്റിൽ വോളറ്റിലിറ്റി ക്രിയേറ്റ് ചെയ്തു. അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ നമ്മൾ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിലും കണ്ടു. മാർക്കറ്റ് അതാണ് ഇത്രത്തോളം വോളറ്റിലിറ്റി മാർക്കറ്റിൽ വരാനുള്ള ഒരു പ്രധാന റീസൺ അത് തന്നെയാണ്. അതേസമയത്ത് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിന് സ്ട്രെങ്ത് ഫീൽ ചെയ്യുന്നുണ്ട്. അതാണ് ഓരോ കറക്ഷൻ മോഡിൽ നിന്നും മാർക്കറ്റിൽ റിക്കവറി സംഭവിക്കുന്നത് നമുക്ക് വളരെ പോസിറ്റീവായിട്ട് തന്നെ കാണാം. മെറ്റൽ IT സെക്ടറിലാണ് കൂടുതൽ സെല്ലിംഗ് പ്രഷർ ക്രിയേറ്റ് ചെയ്തത്. ആ ഒരു സെക്ടർ കുറച്ച് വീക്ക് അതിൽ സെല്ലിംഗ് പ്രഷർ ക്രിയേറ്റ് ചെയ്തിരുന്നു. അതുപോലെ തന്നെ ബാങ്കിങ് സെക്ടറിലൊരു ബൈയിങ് ഇൻട്രസ്റ്റ് കണ്ടു. ഫൈനാൻഷ്യൽ സ്റ്റോക്കിലൊരു ബൈയിങ് ഇൻട്രസ്റ്റ് കണ്ടു. അതിൽ ഓയിൽ ആൻഡ് ഗ്യാസ് സെക്ടറിൽ റിലയൻസ് ഇൻഡസ്ട്രീസ് പോലെയുള്ള സ്റ്റോക്കുകളിൽ ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് കണ്ടു. അപ്പോൾ ഈ ഒരു മൊമെൻറ്റം പല സ്റ്റോക്കിലും ബൈയിങ് ഇൻട്രസ്റ്റ് കണ്ടു. അത് ചില സെക്ടറിൽ ഒരു സെല്ലിംഗ് പ്രഷർ ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മൾ കണ്ടു. നെക്സ്റ്റ് വീക്ക് വീണ്ടും FMCG സെക്ടറിലൊക്കെ തന്നെ ഒരു പോസിറ്റീവ് മൊമെൻറ്റം കണ്ടിന്യൂ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഈ ഗ്ലോബൽ ന്യൂസിനനുസരിച്ച് വരും ദിവസങ്ങളിൽ ഈ വോളറ്റിലിറ്റി വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്തായാലും ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് ഓപ്പർച്യൂണിറ്റി ഉണ്ട്, അതുപോലെ തന്നെ റിസ്ക്കും വളരെ കൂടുതലാണ്. കാരണം മാർക്കറ്റ് ഓരോ ദിവസവും ഓരോ രീതിയിലാണ് മാർക്കറ്റ് ബിഹേവ് ചെയ്യുന്നത്. അതുകൊണ്ട് വളരെ കോഷ്യസ് ആയിട്ടിരിക്കുക എന്നുള്ളതാണ്. 130 to 140 പോയിൻറ്റ്സിൻ്റെ വേരിയേഷൻസ് ഉണ്ട്. അത് ഡേ ടു ഡേ ബേസിസിൽ ഈ വേരിയേഷൻ വരുന്നുണ്ട് എന്നുള്ളതാണ്. മാർക്കറ്റ് മൊമെൻറ്റം എന്തായാലും വളരെ പോസിറ്റീവായി തന്നെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഭുവനേന്ദ്രൻ, അടുത്ത ആഴ്ചത്തെ സാധ്യതകളെ എങ്ങനെ കടന്നു? ഏതൊക്കെ ഘടകങ്ങളായിരിക്കാം അടുത്ത ആഴ്ച വിപണിയെ സ്വാധീനിക്കാൻ പോകുന്നത്? നെക്സ്റ്റ് വീക്ക് മൊമെൻറ്റം പോസിറ്റീവ് ആകാനുള്ള സാധ്യത കൂടുതലാണ്. എങ്കിലും US ചൈന ട്രേഡ് വാർ റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസുകൾ തന്നെ ആയിരിക്കാം മേജറായിട്ടും ലൈം ലൈറ്റിൽ വരാനുള്ള സാധ്യത. അത് വോളറ്റിലിറ്റി ക്രിയേറ്റ് ചെയ്യാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ മൺസൂൺ സ്പ്രെഡ് എത്രത്തോളമുണ്ട്, റുപ്പി ഡിപ്രിഷ്യേറ്റ് ചെയ്തു പോകുന്നത്, അതൊക്കെ തന്നെ മാർക്കറ്റിനെ സംബന്ധിച്ച് റിസ്ക്കാണ്. അതുപോലെ ഒപ്പക്കിൻ്റെ മീറ്റിംഗ് അതിൻ്റെ ഔട്ട്കം, ക്രൂഡ് ഓയിൽ പ്രൈസിൽ എന്ത് മൂവ് ഉണ്ടാകും, ഇതൊക്കെ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ്. അന്ന് റുപ്പിയുടെ മൂവ്, അതിൽ ക്രൂഡ് ഓയിൽ പ്രൈസിലുണ്ടാകുന്ന മൂവ്, മൺസൂണിൻ്റെ സ്പ്രെഡ്, ഇങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും സ്വാഭാവികമായിട്ടും നെക്സ്റ്റ് വീക്ക് മാർക്കറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. എന്തായാലും മാർക്കറ്റ് മൊമെൻറ്റം ഇപ്പോഴത്തെ രീതിയിൽ പോസിറ്റീവാണ്. ഈ വീക്ക് സംഭവിച്ചതുപോലെ തന്നെ വീണ്ടും വോളറ്റിലിറ്റി മാർക്കറ്റിൽ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് വളരെ കോഷ്യസ് ആയിട്ടിരിക്കുക എന്നുള്ളതാണ്. ചില സെക്ടറുകൾ കറക്ഷൻ മോഡിലേക്ക് മൂവ് ചെയ്യുന്നു. ഇപ്പോൾ ലാസ്റ്റ് വീക്ക് എടുക്കുകയാണെങ്കിൽ മെറ്റൽ IT സെക്ടറിൽ സെല്ലിംഗ് പ്രഷർ ക്രിയേറ്റ് ചെയ്തപ്പോൾ ഓയിൽ ആൻഡ് ഗ്യാസ് സെക്ടറിലും ഫൈനാൻഷ്യൽ സ്റ്റോക്കിലൊക്കെ തന്നെ ബൈയിങ് ഇൻട്രസ്റ്റ് നമ്മൾ കണ്ടു. അപ്പോൾ ഓരോ ഇൻഡിവിജ്വലായിട്ട് ഓരോ സ്റ്റോക്കിലും മൂവ്മെൻറ്റ് സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിഫ്റ്റിയിലുപരി ഇൻഡിവിജ്വൽ സ്റ്റോക്കിലേക്ക് കൂടുതലായിട്ട് ഫോക്കസ് പോവുക എന്നുള്ളതാണ്. ഗ്ലോബൽ ന്യൂസ് വ്യക്തമായിട്ട് സ്റ്റഡി ചെയ്യണം. ഈ ഓരോ കമൻറ്റിനനുസരിച്ചുള്ള മാർക്കറ്റ് മൊമെൻറ്റം നമുക്ക് വരും ദിവസങ്ങളിൽ പ്രതീക്ഷിക്കാം. മാർക്കറ്റ് എന്തായാലും ഒരു മേജർ റൈഡിനുള്ള പോസിബിലിറ്റിയോ അല്ലെങ്കിൽ ഡീപ്പായുള്ള കറക്ഷനുള്ള പോസിബിലിറ്റി ഇപ്പോഴത്തെ രീതിയിൽ മാർക്കറ്റിൽ നിലനിൽക്കുന്നില്ല. ടെക്നിക്കൽ ചാർട്ട് എന്താണ് പറയുന്നത്? എവിടെയാണ് പ്രധാനപ്പെട്ട സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലുകൾ? എന്താണ് ചാർട്ട് നൽകുന്ന സൂചന? ടെക്നിക്കലി ലാസ്റ്റ് വീക്ക് നമ്മൾ ഡിസ്കസ് ചെയ്ത 10,680 to 10,700 എന്ന് പറയുന്ന ഇമ്മീഡിയറ്റ് വരാവുന്ന ഒരു മേജർ സപ്പോർട്ട് സോൺ തന്നെയാണ്. ഇപ്പോൾ ഈവൻ ലാസ്റ്റ് വീക്ക് പോലും 10,700-ൽ നിന്നാണ് 2-3 പ്രാവശ്യം റിക്കവറി ബൗൺസ് ബാക്ക് ചെയ്തത്. അപ്പോൾ 10,680 to 10,700 എന്ന് പറയുന്നത് ഇമ്മീഡിയറ്റ് വരാവുന്ന ഒരു മൈനർ സപ്പോർട്ടാണ്. ആ ഒരു ലെവൽ ബ്രേക്ക് ആണെങ്കിൽ എഗെയിൻ നമുക്കൊരു 10,550-ലേക്ക് പോകാം. ഇതൊക്കെ ഈ ട്രേഡ് വാർ, US ചൈന ട്രേഡ് വാർ റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസ്, അതിന് അടിസ്ഥാനത്തിലായിരിക്കും മാർക്കറ്റ് മൂവ്മെൻറ്റ് പ്രധാനമായിട്ടും തീരുമാനിക്കുക. അതുപോലെ തന്നെ ക്രൂഡ് ഓയിൽ പ്രൈസിൻ്റെ മൂവ്, റുപ്പി
അത് റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസുകൾ. അപ്പോൾ ഇതൊക്കെ തന്നെ ടെക്നിക്കൽ മൂവിന് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ്. അപ്പോൾ മേജർ സപ്പോർട്ട് ലെവൽ എന്ന് പറയുന്നത് 10,600 to 10,550 എന്ന് പറയുന്ന മേജർ സപ്പോർട്ട് ലെവലും 10,680 to 10,700 എന്ന് പറയുന്ന ഒരു മൈനർ സപ്പോർട്ട് ലെവലാണ്. അഗെയിൻ 10,850 എന്ന് പറയുന്ന മേജർ ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസും ദെൻ സെക്കൻഡ് ലെവൽ 10,900 to 930 എന്ന് പറയുന്ന സെക്കൻഡ് റെസിസ്റ്റൻസുമാണ്. അപ്പോൾ ഈ ലെവലിൽ മാർക്കറ്റ് നെക്സ്റ്റ് വീക്ക് മൂവ് ചെയ്യാനാണ് പ്രധാനമായിട്ടും സാധ്യത. എന്തായാലും മാർക്കറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ന്യൂസുകൾ, ഗ്ലോബൽ ന്യൂസുകൾ വ്യക്തമായി പഠിക്കണം. അതോടൊപ്പം തന്നെ ബൈ ഇനീഷ്യേറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഈ ഒരു ലെവൽ വളരെ ക്ലോസ് ആയിട്ട് ഇൻവെസ്റ്റേഴ്സ് വാച്ച് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. 10,680 ഒരു ട്രെൻഡ് ഡിസൈഡിങ് ഒരു ലെവൽ തന്നെയാണ്. ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ അനദർ ഒരു 100 to 130 പോയിൻറ്റ്സിൻ്റെ ഡ്രോപ്പ് നിഫ്റ്റിയിൽ സംഭവിക്കാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. ഇപ്പോഴത്തെ രീതിയിൽ മാർക്കറ്റ് മൊമെൻറ്റം പോസിറ്റീവായി ഒരു പോസിറ്റീവായിട്ടുള്ള ക്ലോസിംഗ് ആണ്. മൊമെൻറ്റം വളരെ പോസിറ്റീവ് തന്നെയാണ്. എങ്കിലും ഒരു കോഷ്യസ് അപ്രോച്ച് എടുക്കുന്നത് തന്നെയായിരിക്കും നല്ലത്. ഭുവനേന്ദ്രൻ, കഴിഞ്ഞ കുറേ നാളുകളായി ഒരു ട്രേഡ് വാറിൻ്റെ ഒരു അന്തരീക്ഷം ആഗോള വിപണിയെ പിടിച്ചു കുലുക്കുന്നുണ്ടായിരുന്നു. ചൈനയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര യുദ്ധം, ഇന്ത്യയുമായിട്ടുള്ള ചെറിയ തർക്കങ്ങൾ, നികുതി സംബന്ധമായിട്ടുള്ള തർക്കങ്ങൾ ട്രംപ് ഭരണകൂടം ഉന്നയിച്ചിരിക്കുന്നു. ഇതെല്ലാം വിപണി ഏത് തരത്തിലാണ് സ്വാധീനിക്കാൻ പോകുന്നത്? പ്രത്യേകിച്ചും ഇന്ത്യയുമായി പുതുതായി ഉണ്ടായിരിക്കുന്ന തീരുവയുമായി ബന്ധപ്പെട്ടായിരിക്കുന്ന വലിയ തർക്കങ്ങൾ വിപണിയെ നേരിട്ട് ഏത് തരത്തിൽ ബാധിക്കും? നമ്മുടെ കയറ്റുമതി ഏത് തരത്തിലായിരിക്കും ബാധിക്കുക? പൊതുവെ സമ്പദ് വ്യവസ്ഥ ഏത് തരത്തിൽ ബാധിക്കും? വിപണിയെ, പ്രത്യേകിച്ചും ഓഹരി വിപണിയെ, ചില പ്രധാനപ്പെട്ട സ്റ്റോക്കുകളെയും ഇത് ഏതെങ്കിലും തരത്തിൽ സ്വാധീനിക്കുമോ? ട്രേഡ് വാർ നമ്മൾ കുറേ നാളുകളായി ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിലും ഗ്ലോബൽ മാർക്കറ്റിലും വോളറ്റിലിറ്റി ക്രിയേറ്റ് ചെയ്ത ന്യൂസാണ്. ഡൊണാൾഡ് ട്രംപ് എടുക്കുന്ന ഓരോ ഡിസിഷനും സ്റ്റോക്ക് മാർക്കറ്റിനെ പലപ്പോഴും വോളറ്റിലിറ്റി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. നമുക്കറിയാം, നമ്മൾ IT സെക്ടറിനെ സംബന്ധിച്ചും നമ്മൾ ഫാർമ സെക്ടറിനെ സംബന്ധിച്ചും അന്ന് ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷം എടുത്ത കമൻറ്റ്, എടുത്ത ഡിസിഷൻസൊക്കെ തന്നെയാണ് ഈ IT സെക്ടറും ഫാർമ സെക്ടറും ഇത്രത്തോളം ഡീപ്പായുള്ള കറക്ഷൻ മോഡിലേക്ക് പോകാനുള്ള ഒരു പ്രധാന റീസൺ. അപ്പോൾ പലപ്പോഴും ട്രംപ് എടുക്കുന്ന ഓരോ ഡിസിഷനും സ്റ്റോക്ക് മാർക്കറ്റിനെ ഡയറക്റ്റായിട്ടോ ഇൻഡയറക്റ്റായിട്ടോ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ റീസെൻ്റായിട്ട് വന്നിരിക്കുന്ന ട്രേഡ് വാർ, ചൈന US ട്രേഡ് വാർ, ഇപ്പോൾ റീസെൻ്റായിട്ട് നമ്മൾക്കും അറിയാം 29 പ്രോഡക്ട്സിന് നമ്മളും ഡ്യൂട്ടി ഹൈക്ക് ചെയ്യുന്നു ചൈന US പ്രൊഡക്റ്റിന്. അപ്പോൾ ഇതൊക്കെ തന്നെ വീണ്ടും ഒരു ഗ്ലോബലി ഒരു ട്രേഡ് വാറിലേക്ക് പോകുമെന്നുള്ളൊരു ഫിയർ തന്നെയാണ്. ആ ഒരു ഫിയർ തന്നെയാണ് ലാസ്റ്റ് ഒരു 3-4 months ആയിട്ട് മാർക്കറ്റിലെ വോളറ്റിലിറ്റിയുടെ ഒരു പ്രധാന റീസൺ. ഈ ട്രേഡ് വാർ റിലേറ്റഡ് ആയ ന്യൂസ് കൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നത് പല പ്രാവശ്യം മാർക്കറ്റിൽ കറക്ഷൻ സംഭവിച്ചിട്ടുണ്ട്, റിക്കവറിയും സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് വരും ദിവസങ്ങളിൽ ഇത് ലൈവായി വരാനുള്ള സാധ്യത കൂടുതലാണ്. എന്തായാലും ഫൈനലി ഇപ്പോൾ ഫാർമ സെക്ടറിലും IT സെക്ടറിലും വന്ന പോലെ ഒരു ഫൈനൽ സൊല്യൂഷൻ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇപ്പോൾ നോർത്ത് കൊറിയ US ഇഷ്യൂ ഇപ്പോൾ ലാസ്റ്റ് വീക്ക് അത് സോൾവായി വരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ന്യൂസുകൾ പലപ്പോഴും വളരെയധികം മാർക്കറ്റിൽ വോളറ്റിലിറ്റി ക്രിയേറ്റ് ചെയ്തതാണ്. അപ്പോൾ നമുക്കറിയാവുന്ന നോർത്ത് കൊറിയ US ഇഷ്യൂ, ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂ വളരെ അധികം വോളറ്റിലിറ്റി ക്രിയേറ്റ് ചെയ്തൊരു ന്യൂസ് തന്നെയായിരുന്നു. അപ്പോൾ ലാസ്റ്റ് വീക്ക് അതിനൊരു പരിഹാരം ഉണ്ടായി എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഉണ്ടാകുന്ന ക്രൈസിസ് ഓരോ ഡിസ്കഷനിലൂടെ പരിഹാരം കാണാനുള്ള സാധ്യതയാണ് വളരെ കൂടുതൽ. ഇതിപ്പോൾ ഗ്ലോബലൈസേഷൻ്റെ കാര്യമാണ്. ഒരു രാജ്യത്തിന് മാത്രം ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കാൻ സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ രാജ്യവും ഓരോ ഇഷ്യൂസ് ക്രിയേറ്റ് ചെയ്യുന്ന ടാക്സേഷൻ വരുന്നു, അതിനനുസരിച്ച് മറ്റ് രാജ്യങ്ങൾ മാറണം എന്ന് പറയുന്ന രീതിയിലേക്ക് മാറാൻ സാധിക്കില്ല. എന്തായാലും ഇതിനൊരു സൊല്യൂഷൻ വരാനുള്ള സാധ്യത കൂടുതലാണ്. എന്തായാലും കുറച്ച് നാൾ ഈ ഒരു ന്യൂസ് മാർക്കറ്റിൽ വോളറ്റിലിറ്റി ക്രിയേറ്റ് ചെയ്യും. ഫൈനലി ഇതിനൊരു സൊല്യൂഷൻ വരും. കാരണം പലപ്പോഴും ഇതിനു മുമ്പ് സംഭവിച്ച കാര്യങ്ങളൊക്കെ, പ്രത്യേകിച്ച് ട്രംപ് എടുത്ത ഓരോ ഡിസിഷനും മാർക്കറ്റിൽ വോളറ്റിലിറ്റി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഓരോ രാജ്യത്തിനും അത് വളരെയധികം ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. എന്നാൽ അതിനുശേഷം തന്നെ അതിന് വിഡ്രോവൽ വരുന്നു, അല്ലെങ്കിൽ അതിനൊരു സൊല്യൂഷൻ കാണുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ US ചൈന ട്രേഡ് വാർ, അല്ലെങ്കിൽ അത് ഇന്ത്യയും അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇന്ത്യൻ മാർക്കറ്റിലും ഗ്ലോബൽ മാർക്കറ്റിലും വോളറ്റിലിറ്റി ക്രിയേറ്റ് ചെയ്യും. അതോടൊപ്പം തന്നെ ഇതിനൊരു സൊല്യൂഷൻ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ഇതൊരു വലിയ ഇഷ്യൂ ആയി വരാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇതിനൊരു ശാശ്വതമായ പരിഹാരം വരാനുള്ള സാധ്യത വളരെ കൂടുതൽ തന്നെയാണ്. പക്ഷേ കുറച്ച് നാളത്തേക്ക് ഇതൊരു ന്യൂസായി നിലനിൽക്കുകയും അത് സ്റ്റോക്ക് മാർക്കറ്റിൽ, ഗ്ലോബൽ മാർക്കറ്റിലും ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിലും വോളറ്റിലിറ്റി ക്രിയേറ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതൽ തന്നെയാണ്. മാർക്കറ്റ് വാച്ചിൽ ഒരു ഇടവേള. ഭുവനേന്ദ്രൻ, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, 2018 ഇന്ത്യൻ ഓഹരി വിപണിക്ക് നല്ല വർഷമായിരിക്കും എന്ന് ഈ വർഷത്തിന് തുടക്കം മുതൽ തന്നെ നമ്മൾ പറയുകയും ചെയ്തു. നിരവധി സ്റ്റോക്കുകൾ റെക്കമെൻഡ് ചെയ്യുകയും ചെയ്തു. ഒപ്പം തന്നെ മ്യൂച്വൽ ഫണ്ടിൽ, പ്രത്യേകിച്ചും SIP വഴിയുള്ള വലിയ നിക്ഷേപം വിപണിയിലേക്ക് ഓരോ മാസവും വരുന്നതും അതിൻ്റെ കണക്കുകളുമെല്ലാം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ചർച്ച ചെയ്തതാണ്. ഇപ്പോൾ ഏറ്റവും പ്രധാനമായും പല നിക്ഷേപകരും ചോദിക്കുന്നൊരു ചോദ്യം, മ്യൂച്വൽ ഫണ്ട് വഴിയുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്, പ്രത്യേകിച്ചും 2018 വലിയ ചാഞ്ചാട്ടങ്ങൾ ഇപ്പോൾ അനുഭവപ്പെടുന്ന സാഹചര്യത്തിൽ മ്യൂച്വൽ ഫണ്ട് വഴിയുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് തന്നെയാണോ നല്ലത്, അതോ നേരിട്ട് സ്റ്റോക്കുകളിൽ
ഡയറക്റ്റ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആണോ ഏറ്റവും അഡ്വൈസബിൾ, അല്ലെങ്കിൽ ഏത് തരത്തിൽ നേട്ടം കൂടുതൽ ലഭിക്കുന്നത് ഏത് തരത്തിലുള്ള നിക്ഷേപത്തിനായിരിക്കും എന്ന് പൊതുവെ എല്ലാവരും ചോദിക്കുന്നുണ്ട്. അത്തരത്തിലൊരു ഷിഫ്റ്റ് ഏതെങ്കിലും തരത്തിൽ നിക്ഷേപകർ നടത്തണമോ എന്നൊരു പൊതു ചോദ്യം പലപ്പോഴും ഉന്നയിക്കാറുണ്ട്. എങ്ങനെയാണ് ഈ ചോദ്യങ്ങൾക്കും ഈ സംശയങ്ങൾക്കും, നിക്ഷേപകരുടെ ഈ സംശയങ്ങൾക്ക് മറുപടി നൽകാനാവുക? മ്യൂച്വൽ ഫണ്ടാണോ ഡയറക്റ്റ് എക്വിറ്റി ആണോ ഒരു ഇൻഡിവിജ്വലിനെ സംബന്ധിച്ച് നല്ലതെന്ന് ചോദിച്ചാൽ, നമ്മൾ ഫിസിക്കൽ ഹെൽത്തിന് വാട്ടറാണോ ഫുഡാണോ എന്ന് ചോദിക്കുന്ന പോലെയാണ്. ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ വാട്ടർ വേണം, വാട്ടർ കണ്ടൻ്റ് ഉണ്ട് എന്ന് പറഞ്ഞതുപോലെ മ്യൂച്വൽ ഫണ്ടിൻ്റെ ബേസ് എന്ന് പറയുന്നത് എക്വിറ്റി തന്നെയാണ്. അപ്പോൾ ആ എക്വിറ്റി മാർക്കറ്റിൻ്റെ ഔട്ട്കം എന്താണോ അതാണ് പലപ്പോഴും മ്യൂച്വൽ ഫണ്ടിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നത്. പക്ഷേ ഡയറക്റ്റ് ഒരു ഇൻഡിവിജ്വലിനെ സംബന്ധിച്ച് ഡയറക്റ്റ് എക്വിറ്റി മാർക്കറ്റിലേക്ക് വരുമ്പോൾ നോളജ് ലെവൽ വളരെ ഹൈ ആയിരിക്കണം. കാരണം ഓരോ സ്റ്റോക്കിൻ്റെ മൂവ്മെൻറ്റ്, അതോടൊപ്പം തന്നെ ഡിസിഷൻ മേക്കിംഗ് ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. കാരണം ഓരോ ഇൻഡിവിജ്വലായിട്ടുള്ള സ്റ്റോക്കിൽ വരുന്ന മൂവ്മെൻറ്റ്, അതിനെ നമ്മൾ അതിൻ്റെ ഫൈനാൻഷ്യൽസ്, അതിൻ്റെ ഫണ്ടമെൻ്റൽസ്, ടെക്നിക്കൽസ്, അതുപോലെ പ്രൊമോട്ടർ, പ്രൊഡക്റ്റ്, ഇങ്ങനെ കുറേ പാരാമീറ്റേഴ്സ് പഠിച്ചതിന് ശേഷം മാത്രം ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കണം. അതുപോലെ തന്നെ നമ്മൾ ഓരോ സെക്ടറിലും, ഇപ്പോൾ റീസെൻ്റായിട്ട് ഞാൻ നേരത്തെ ഡിസ്കസ് ചെയ്ത പോയിൻ്റ് തന്നെയാണ്, IT, ഫാർമ സെക്ടറിൽ നമുക്കറിയാം ഇൻഡിവിജ്വലി ഒരു ആൾ ഹോൾഡ് ചെയ്യുന്നൊരു സ്റ്റോക്കിൽ ഇങ്ങനെ ആ സെക്ടർ സ്പെസിഫിക് ആയിട്ട് ഏതെങ്കിലും ഇഷ്യൂ വന്ന് ഈ സ്റ്റോക്കിലൊരു കറക്ഷൻ സംഭവിക്കുകയാണെങ്കിൽ നമ്മൾ ഒരു പോയിന്റിലും ലോസ് ബുക്ക് ചെയ്ത് മാറില്ല. കാരണം ഇപ്പോൾ സൺഫാർമയാണെങ്കിലും ഡോക്ടർ റെഡ്ഡീസ് എടുത്താലും ഇൻഫോസിസ്, TCS പോലെയുള്ള സ്റ്റോക്കിലൊക്കെ തന്നെ ഇപ്പോൾ റീസെൻ്റായിട്ട് IT സെക്ടറൊക്കെ പുതിയ ഹൈ ബ്രേക്ക് ചെയ്ത് പോയി എങ്കിൽ പോലും ലാസ്റ്റ് 1 ഇയറൊക്കെ ആയിട്ട് നമുക്കറിയാം IT, ഫാർമ സെക്ടറിലൊക്കെ തന്നെ ഡീപ്പായുള്ള കറക്ഷൻ മോഡിലേക്ക് മൂവ് ചെയ്തിരുന്നു. ഫാർമ സെക്ടർ പ്രത്യേകിച്ചും പല സ്റ്റോക്കുകളും 50% ഡ്രോപ്പാണ് സംഭവിച്ചത്. ഒരു ഇൻഡിവിജ്വലിനെ സംബന്ധിച്ച് അത് ലോസ് ബുക്ക് ചെയ്ത് മാറുക, അതല്ലെങ്കിൽ നേരത്തെ ഇത് വിഷ്വലൈസ് ചെയ്തിട്ട് അതിനൊരു ആക്ഷൻ എടുക്കുക എന്നുള്ളത് പോസിബിൾ അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പലപ്പോഴും പുതുതായി മാർക്കറ്റിൽ വരുന്നവരെ സംബന്ധിച്ചിടത്തോളം മ്യൂച്വൽ ഫണ്ട് ആയിരിക്കും നല്ലത്. കാരണം വളരെ നല്ല ഫണ്ട് മാനേജേഴ്സാണ് അത് മാനേജ് ചെയ്യുന്നത്. അപ്പോൾ ഒരു സെക്ടറിൽ ഒരു ഇഷ്യൂ വരികയാണെങ്കിൽ അവർ ആ സെക്ടർ എക്സിറ്റ് ചെയ്ത് റിലേറ്റീവ് വാല്യൂഷനിൽ ബാക്കി സെക്ടറിലേക്ക് മൂവ് ചെയ്യുന്നു. അവർ ഡിസിഷൻ മേക്കിംഗ് വളരെ ഫാസ്റ്റായിട്ട് എടുക്കുന്നു. അതിൻ്റെ എക്സാമ്പിളാണ് ഫാർമ സെക്ടറിൽ ഒരു ക്രൈസിസ്, മാനുഫാക്ചറിങ് ഫെസിലിറ്റി, അതുപോലെ തന്നെ അത് റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസ്, US FDA ഇൻസ്പെക്ഷൻസ് പോലെയുള്ള കാര്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് പല മ്യൂച്വൽ ഫണ്ടുകളും അവരുടെ എക്സ്പോഷർ ഫാർമ സെക്ടറിൽ കുറച്ചിരുന്നു. എന്നാൽ ഒരു ഇൻഡിവിജ്വലിനെ സംബന്ധിച്ച് അങ്ങനെ ഒരു ഡിസിഷനിലേക്ക് പോകുക എന്ന് പറയുന്നത് പോസിബിൾ അല്ല എന്ന് പറയുന്നത് ആ ഡിസിഷൻ എടുക്കുക എന്ന് പറയുന്നത് ലോസ് ബുക്കിംഗ് ആണ്. അതിനകത്തൊരു വലിയ ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത് അത് അത്രത്തോളം അഡ്വൈസബിൾ അല്ലതാണ്. അതുപോലെ തന്നെയാണ് ഒരു മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത് ബക്കറ്റ് ഓഫ് സ്റ്റോക്സ് ആണ്. അപ്പോൾ ഇൻഡിവിജ്വലായിട്ട് 1-2 സ്റ്റോക്കിൽ എന്തെങ്കിലും ഇഷ്യൂ സംഭവിച്ചാൽ പോലും ഫണ്ട് മാനേജേഴ്സ് വളരെ കേപ്പബിളായിട്ട് അത് മാനേജ് ചെയ്യാൻ സാധിക്കും. അതിലുപരി ഒരു ഇൻഡിവിജ്വലായിട്ട് വരുന്ന സ്റ്റോക്ക് അത്രത്തോളം ടോട്ടൽ പോർട്ട്ഫോളിയോയിൽ എഫക്റ്റ് ചെയ്യാറില്ല. അപ്പോൾ ഒരു പുതുതായി സ്റ്റോക്ക് മാർക്കറ്റിൽ വരുന്നവരെ സംബന്ധിച്ച് ഏറ്റവും നല്ലത് മ്യൂച്വൽ ഫണ്ട് തന്നെയായിരിക്കും. അത് നന്നായി പഠിച്ചതിന് ശേഷമായിരിക്കും ഡയറക്റ്റ് എക്വിറ്റി മാർക്കറ്റിലേക്ക് വരുന്നത്. കാരണം ഈ ഓരോ സെക്ടർ വൈസ് ഫണ്ടുകളുണ്ട്. നമ്മൾക്കറിയാം ഇവിടെ ചോയ്സ് ഉണ്ട്, നമ്മളെ സംബന്ധിച്ച് ചോയ്സ് ഉണ്ട്. മ്യൂച്വൽ ഫണ്ടിലാണെങ്കിലും ഏത് സെക്ടർ ഫണ്ട് വേണം, ഏത് കമ്പനിയുടെ ഫണ്ട് വേണം, ഏത് വാല്യുവേഷനിൽ വേണം. അപ്പോൾ നമ്മൾ മുന്നിൽ ഇത്രത്തോളം ചോയ്സ് ഉണ്ട്. അപ്പോൾ പുതുതായി മാർക്കറ്റിൽ വരുന്നവരെ സംബന്ധിച്ച് ഏറ്റവും അഡ്വൈസബിൾ ആയിട്ടുള്ളത് മ്യൂച്വൽ ഫണ്ട് ആയിരിക്കും. അത് പഠിച്ചതിന് ശേഷം ഡയറക്റ്റ് എക്വിറ്റി മാർക്കറ്റിലേക്ക് വരുന്നതായിരിക്കും നല്ലത്. അതോടൊപ്പം തന്നെ ക്വാളിറ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുക. പലപ്പോഴും നമ്മൾ ലോവർ വാല്യൂ സ്റ്റോക്കിലേക്കാണ് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഫോക്കസ് പോകുന്നത്. എല്ലാ സ്റ്റഡീസും അതുതന്നെയാണ്. ക്വാളിറ്റി കൂടുന്തോറും റീറ്റെയിലേഴ്സിൻ്റെ പെർസെൻറ്റേജ് കുറയുകയാണ്, ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ പെർസെൻറ്റേജ് അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ പെർസെൻറ്റേജ് കൂടും. അത് മാറി നമ്മൾ നല്ല ക്വാളിറ്റിയുള്ള സ്റ്റോക്കിലേക്ക് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുക. അപ്പോൾ റീസെൻ്റായിട്ട് തന്നെ അറിയാം മിഡ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലും വന്നിരിക്കുന്ന ഡ്രോപ്പ്. അപ്പോൾ അത് ഒരു ഇൻഡിവിജ്വലെ സംബന്ധിച്ച് നമ്മളൊരു 10 lakhs rupees ഇൻവെസ്റ്റ് ചെയ്ത് അത് 8 lakhsോ 7.5 lakhsലേക്ക് പോകുക എന്ന് പറയുന്നത് വളരെ പെയിൻഫുൾ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് പലപ്പോഴും ഫ്രണ്ട് റൺ സ്റ്റോക്കിലേക്ക് ഫോക്കസ് പോവുക, പിന്നെ ഫുള്ളി ഇൻവെസ്റ്റഡ് ആകാതിരിക്കുക. അപ്പോൾ ഡയറക്റ്റ് എക്വിറ്റി മാർക്കറ്റിലേക്ക് വരുന്നവരെ സംബന്ധിച്ച് ഞാൻ എപ്പോഴും ഡിസ്കസ് ചെയ്യുന്ന ഒരു പോയിൻ്റാണ് ഫുള്ളി ഇൻവെസ്റ്റഡ് ആകാതിരിക്കുക. പാർട്ടായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആയിരിക്കും അഡ്വൈസബിൾ. അതുപോലെ സ്റ്റോക്ക് ചൂസ് ചെയ്യുമ്പോൾ ഫ്രണ്ട് റൺ സ്റ്റോക്കിലേക്ക്, കാരണം ലീഡേഴ്സിനെ ചൂസ് ചെയ്യുക എന്നുള്ളത്. ഓരോ സെക്ടറിലിപ്പം പെയിൻറ്റിലെടുക്കുകയാണ് ഏഷ്യൻ പെയിൻറ്റ്സ്, IT-യിൽ ഇൻഫോസിസോ TCS പോലെ ഓരോ സെക്ടറിലുള്ള ലീഡേഴ്സിൽ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുക. അതുപോലെ നോളജ് ലെവൽ വളരെ ഹൈ ആയിരിക്കണം. വളരെ ക്ലോസ് ആയിട്ട് മാർക്കറ്റിനെ സ്റ്റഡി ചെയ്യണം, ഓരോ മൂവ്മെൻറ്റും സ്റ്റഡി ചെയ്യണം. നേരത്തെ പറഞ്ഞ പോലെ മാർക്കറ്റിലുണ്ടാകുന്ന ടെക്നിക്കൽസ് നമ്മൾക്ക് സ്റ്റഡി ചെയ്യണം, ഫണ്ടമെൻ്റൽ സ്റ്റഡി ചെയ്യണം, ഓരോ സ്റ്റോക്കിൽ ഇൻഡിവിജ്വലായി വരുന്ന ന്യൂസുകൾ നമ്മൾ സ്റ്റഡി ചെയ്യണം. കാരണം ഒരു സ്റ്റോക്ക് ബൈ ചെയ്ത് നമുക്ക് മറന്നു പോകാൻ സാധിക്കില്ല. എത്ര ഫണ്ടമെൻ്റലി സൗണ്ട് ആയിട്ടുള്ള സ്റ്റോക്ക് ആണെങ്കിൽ നാളെ എന്ത് സംഭവിക്കും എന്ന് നമുക്ക് പറയാൻ സാധിക്കും. കാരണം വളരെയധികം ചേഞ്ച് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടങ്ങളാണ്. കഴിഞ്ഞ 30 years ആയിട്ട് പെർഫോം ചെയ്യുന്ന കമ്പനി അടുത്ത 10 year പെർഫോം ചെയ്ത് നമുക്ക് ഒരിക്കലും പറയാൻ സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ
ഈ നോളജ് ലെവൽ വളരെ ഹൈ ആയിരിക്കണം. ഓരോ ക്വാർട്ടറും റിസൾട്ട് അനൗൺസ് ചെയ്യണം. അവരുടെ സെയിൽസ് ഫിഗർ നമ്മൾ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യണം. പക്ഷേ എക്വിറ്റി മാർക്കറ്റാണ് ഏറ്റവും കൂടുതൽ റിട്ടേൺ നൽകുന്നത്. അത് ഏത് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റുമായിട്ട് കമ്പയർ ചെയ്താലും ഏറ്റവും ബെറ്റർ റിട്ടേൺ അല്ലെങ്കിൽ ഏറ്റവും നല്ല റിട്ടേൺ നൽകുന്നത് ആ സ്റ്റോക്ക് മാർക്കറ്റ് തന്നെയാണ്. പക്ഷേ സ്റ്റോക്ക് മാർക്കറ്റിനെ സംബന്ധിച്ച് ഈ 7,800 കമ്പനിയിൽ നിന്നും ഏറ്റവും ബെസ്റ്റ് എങ്ങനെ ചൂസ് ചെയ്യും എന്നുള്ളതാണ് ഒരു റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ റിസ്ക് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് നോളജ് ലെവൽ ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ്. കൂടുതലായിട്ട് വായിക്കുക, പഠിക്കുക. ഇന്ന് മെറ്റീരിയൽസൊക്കെ അവൈലബിൾ ആണ്. നമ്മൾ ഫിംഗർ ടിപ്പിൽ നമുക്കിതെല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ എക്വിറ്റി മാർക്കറ്റ് ഒരു നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് ടൂൾ തന്നെയാണ്. ഇപ്പോൾ ലാസ്റ്റ് 30 ഇയേഴ്സിൻ്റെ റിട്ടേൺ എടുത്താൽ പോലും നമുക്കത് മനസ്സിലാവും. ഇപ്പോൾ ഇൻഫോസിസിൻ്റെ റീസെൻ്റ് ആയിട്ടുള്ള ഹിസ്റ്ററി നമ്മൾ കണ്ടതാണ്. ലാസ്റ്റ് 25 ഇയേഴ്സിൻ്റെ ഹിസ്റ്ററി അത് ഒരിക്കലും നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത റിട്ടേണാണ്. അത് ഐഷർ മോട്ടോഴ്സ് എടുത്താലും ഹീറോ മോട്ടോഴ്സ് എടുത്താലും ഇവിടെ നമ്മൾ വി-ഗാർഡ് എടുത്താലും മണപ്പുറം ഫൈനാൻസ് അങ്ങനെ ഏത് സ്റ്റോക്ക് എടുത്താലും അതൊരു വലിയ ഹിസ്റ്ററി തന്നെയാണ്. അപ്പോൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ആ ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത് ആ ഡിസിഷൻ മേക്കിംഗ് ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അതിനുള്ളൊരു കറേജ് വേണം, നോളജ് ലെവൽ വേണം, പേഷ്യൻസ് വേണം. ഇപ്പോൾ ഡയറക്റ്റ് എക്വിറ്റി മാർക്കറ്റിൽ വരുന്നവരെ സംബന്ധിച്ച് ഇത് ആവശ്യമാണ്. മ്യൂച്വൽ ഫണ്ടിലും സെയിം, പക്ഷേ കുറച്ചുകൂടെ റിസ്ക് കുറവാണ്. കാരണം ഫണ്ട് മാനേജേഴ്സ് വളരെ പ്രോപ്പറായിട്ട് അത് മാനേജ് ചെയ്യും. ഒരു വെഹിക്കിളിനെ സംബന്ധിച്ചിടത്തോളം ഷോക്ക് അബ്സോർബർ പോലെയാണ്. ഒരു പരിധിവരെ നമ്മൾക്കുണ്ടാകാവുന്ന ഷെയ്ക്ക് ഒരു പരിധിവരെ ഇത് അബ്സോർബ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് എപ്പോഴും പുതിയൊരു ഇൻവെസ്റ്റർ ഡയറക്റ്റ് മ്യൂച്വൽ ഫണ്ടിലേക്ക് വരുന്നതായിരിക്കും നല്ലത്. അത് പഠിച്ചതിന് ശേഷം പതുക്കെ നല്ല സ്റ്റോക്കുകൾ ഐഡൻറ്റിഫൈ ചെയ്ത് ആ സ്റ്റോക്കിലേക്ക് ലോങ് ടേം പോയിൻ്റ് ഓഫ് വ്യൂ ഇൻവെസ്റ്റ് ചെയ്യുന്ന സ്ട്രാറ്റജി ആയിരിക്കും നല്ലത്. മാർക്കറ്റ് വാച്ചിൽ ഒരു ഇടവേള കൂടി. ഭുവനേന്ദ്രൻ, അവസാനമായി നമുക്ക് കമ്മോഡിറ്റി കൂടി ഒന്ന് പരിശോധിക്കാം. പ്രത്യേകിച്ചും സ്വർണ്ണവും ക്രൂഡ് ഓയിലും. ഈ രണ്ട് കമ്മോഡിറ്റിയിലും അടുത്ത ആഴ്ച ഏതെങ്കിലും തരത്തിലൊരു ചാഞ്ചാട്ടം, ഏതെങ്കിലും ചലനങ്ങൾക്ക് സാധ്യതയുണ്ടോ? ഏത് തരത്തിലുള്ളൊരു സ്ട്രാറ്റജിയാണ് ഈ രണ്ട് കമ്മോഡിറ്റിയിലും ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന നിക്ഷേപകർ സ്വീകരിക്കേണ്ടത്? ക്രൂഡ് ഓയിൽ പ്രൈസിൽ ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് കണ്ടു. പ്രധാനമായിട്ടും US ഇൻവെൻട്രി 5.9 മില്യണിലേക്ക് കഴിഞ്ഞ ജനുവരിക്ക് ശേഷം ഏറ്റവും കുറഞ്ഞ ഇൻവെൻട്രിയാണ്. അതുതന്നെയായിരുന്നു പ്രധാനമായിട്ടും ആ ഒരു പ്രൈസ് ഹൈക്കിൻ്റെ ഒരു പ്രധാന റീസൺ. റൈഡ് വരാനുള്ള ക്രൂഡ് ഓയിൽ പ്രൈസിൽ റൈഡിൻ്റെ ഒരു പ്രധാന റീസൺ ഇത് തന്നെയാണ്. പലപ്പോഴും US ഇൻവെൻട്രിക്ക് അനുസരിച്ചും ഒപ്പക്കിൻ്റെ ഡിസിഷൻസ് അനുസരിച്ചാണ് നമ്മൾ ക്രൂഡ് ഓയിൽ പ്രൈസ് മൂവ്മെൻറ്റ് സംഭവിക്കുന്നത്. എന്തായാലും ഈ ഒരു മൊമെൻറ്റം കണ്ടിന്യൂ ചെയ്യാൻ കുറച്ചുകൂടെ ബെറ്റർ സോണിലേക്ക് ക്രൂഡ് ഓയിൽ പ്രൈസ് മൂവ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇന്ത്യയെ സംബന്ധിച്ചത് വലിയൊരു നെഗറ്റീവ് തന്നെയാണ്. ഗോൾഡ് പ്രൈസ് വീണ്ടും ഒരു കറക്ഷൻ മോഡിൽ തന്നെയാണ്. ഒന്ന് ബോണ്ട് ഈൽഡ് കൂടുന്നു, ഡോളർ സ്ട്രെങ്തൻ ചെയ്യുന്നു. ഇതൊക്കെ ഗോൾഡിനെ സംബന്ധിച്ച് നെഗറ്റീവാണ്. ആ ഒരു ട്രെൻഡ് ഗോൾഡിൽ കണ്ടിന്യൂ ചെയ്യാൻ തന്നെയാണ് സാധ്യത. നമുക്കറിയാം കുറേ മാസങ്ങളായിട്ട് തന്നെ ഗോൾഡ് പ്രൈസ് ഏറ്റവും ലോവർ ലെവലിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഗ്ലോബലി ഏതെങ്കിലുമൊക്കെ ക്രൈസിസ് വരികയാണെങ്കിൽ മാത്രമേ ഗോൾഡ് പ്രൈസിൽ ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് വരാനുള്ള സാധ്യതയുള്ളൂ. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഗോൾഡ് പ്രൈസ് കുറച്ചുകൂടി ഒരു കറക്ഷൻ മോഡിലേക്ക് പോകാനാണ് സാധ്യത കൂടുതൽ. വളരെ നന്ദി ഭുവനേന്ദ്രൻ, മാർക്കറ്റ് വാച്ചിലൂടെ ഇത്രയും കാര്യങ്ങൾ വിശദീകരിച്ചതിന്. ഇനി മാർക്കറ്റ് വാച്ചിൽ ബിഗിനേഴ്സ് ഗൈഡാണ്. ലോകമെങ്ങും ഫുട്ബോൾ ജർത്തിലാണ്. ലോക ഫുട്ബോളിൻ്റെ ആവേശം ലോകത്തെ എല്ലാ രാജ്യങ്ങളിലുമുള്ള കായിക പ്രേമികൾ ഏറ്റെടുത്തിരിക്കുകയാണ്. കേരളത്തിലും സമാനമായ സ്ഥിതി തന്നെയാണ്. ഈ സാഹചര്യത്തിൽ ഒരു പോർട്ട്ഫോളിയോ, ഒരു ഫുട്ബോൾ ടീം പോലെ ഒരു പോർട്ട്ഫോളിയോ ബിഗിനേഴ്സ് ഗൈഡിലൂടെ അവതരിപ്പിക്കുകയാണ്. പ്രത്യേകിച്ചും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിക്ഷേപത്തിന് അനുയോജ്യമായ 11 സ്റ്റോക്കുകളെയാണ് പരിചയപ്പെടുത്തുന്നത്. ബിഗിനേഴ്സ് ഗൈഡിലേക്ക്. ഫുട്ബോളിൻ്റെ മാമാങ്കമായ വേൾഡ് കപ്പ് ഇപ്പോൾ നടക്കുകയാണല്ലോ. ഫുട്ബോൾ പ്രേമികളായ എല്ലാവരുടെ മനസ്സിലും ഒരു ഡ്രീം ടീം ഉണ്ടാവും. ഞങ്ങളും അവതരിപ്പിക്കുന്നു ഒരു ഡ്രീം പോർട്ട്ഫോളിയോ ടീം. ഇപ്പോഴത്തെ വിപണിയുടെ കണ്ടീഷൻസിന് ഉതകുന്ന രീതിയിൽ ഫുട്ബോളിൻ്റെ 3-4-3 ഫോർമേഷൻ മുൻനിർത്തിയുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ടീമാണ് ഞങ്ങൾ അവതരിപ്പിക്കുന്നത്. 3 ഫോർവേഡ്സ് അഥവാ സ്ട്രൈക്കേഴ്സ്, 4 മിഡ്ഫീൽഡേഴ്സ്, 3 ഡിഫൻഡേഴ്സ്, പിന്നെ ഗോൾ കീപ്പർ. ഫോർവേഡ്സ് ആണ് ഒരു ഫുട്ബോൾ ടീമിൽ അഗ്രസീവായി കളിക്കുന്നവർ. അവരാണല്ലോ എതിർ ടീമിൻ്റെ ഗോൾ മുഖത്ത് കയറി ഗോൾ അടിക്കുന്നത്. ഇവിടെ ഞങ്ങൾ ഫോർവേഡ്സായി ഞങ്ങളുടെ ടീമിൽ തിരഞ്ഞെടുത്തിട്ടുള്ള സ്റ്റോക്സ് ഫ്യൂച്ചർ റീറ്റെയിൽ, വി-ഗാർഡ്, ബജാജ് ഫിനാൻസ് എന്നീ കമ്പനീസാണ്. റീറ്റെയിൽ സെഗ്മെൻറ്റ് ഇന്ത്യയിൽ എമേർജ് ചെയ്തു വരുന്ന ഒരു സൺറൈസ് സെക്ടറാണ്. അതിൽ കരുത്തുറ്റ പ്രസൻസ് തെളിയിച്ച കമ്പനിയാണ് ഫ്യൂച്ചർ റീറ്റെയിൽ. അതുപോലെ വി-ഗാർഡ് സൗത്ത് ഇന്ത്യയിൽ ഉണ്ടാക്കിയ വിജയകഥ നമുക്കെല്ലാവർക്കും അറിയാം. GST ഇംപ്ലിമെൻറ്റേഷന് ശേഷം വൺ ഇന്ത്യ കൺസെപ്റ്റിൻ്റെ സഹായത്തോടു കൂടി ഇവർ സൗത്ത് ഇന്ത്യയിലെ വിജയകഥ നോർത്ത് ഇന്ത്യയിലും ആവർത്തിക്കാൻ ഒരുങ്ങുകയാണ്. അടുത്ത ഫോർവേഡ് സ്റ്റോക്ക് ബജാജ് ഫിനാൻസ്. ഗാഡ്ജറ്റ്സ് ആൻഡ് ഹോം അപ്ലയൻസ് ഫിനാൻസിങ്ങിലൂടെ ഇന്ത്യയുടെ അതിവേഗം വളർന്നു വരുന്ന കൺസ്യൂമർ ഫിനാൻസിലേക്ക് വളർന്നുകൊണ്ടിരിക്കുന്ന കമ്പനിയാണ്. വളരെ ഉയർന്ന ഗ്രോത്ത് റേറ്റും ഏറ്റവും കുറഞ്ഞ NPAയും ഇവരുടെ പ്രത്യേകതയാണ്. ഇനി ഏതൊരു ടീമിൻ്റെയും നെടുംതൂണ് മിഡ്ഫീൽഡേഴ്സ് ആണല്ലോ. ഇവിടെ ഞങ്ങളുടെ നെടുംതൂണായി തിരഞ്ഞെടുത്തിരിക്കുന്നത്
ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയ മാർക്കറ്റ് ലീഡേഴ്സായ റിലയൻസ് ഇൻഡസ്ട്രീസ്, TCS, സൺഫാർമ, കോട്ടക് ബാങ്ക് എന്നിവയാണ്. റിലയൻസ് ഇൻഡസ്ട്രീസിനെ കുറിച്ച് എല്ലാവർക്കും അറിയാം. പ്രവർത്തിക്കുന്ന എല്ലാ മേഖലയും പിടിച്ചടക്കി ടെലികോമും ഇപ്പോൾ അവരുടെ കയ്യിലാണ്. അവർ ഇല്ലെങ്കിൽ ഇന്ത്യയില്ല. അതുപോലെ TCS, IT മേഖലയിലെ ഫ്രണ്ട് ലൈൻ കമ്പനിയായ കൺസിസ്റ്റൻറ്റ് ഗ്രോത്ത് കാഴ്ചവെക്കുന്ന TCSന് ഇപ്പോഴത്തെ റുപ്പി ഡെപ്രിസിയേഷൻ ഒരു വിൻഫോൾ ബെനിഫിറ്റ് ആണ്. സൺഫാർമ ആവട്ടെ ഫാർമയിലെ മുൻനിര കമ്പനിയാണെങ്കിലും US FDA ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് കഴിഞ്ഞ 2 വർഷത്തെ പെർഫോമൻസ് മോശമായി ഷെയർ പ്രൈസ് ലോ ലെവൽ എത്തുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടിരിക്കുന്ന അവസ്ഥയിലാണ്. അതിനാൽ ഡൗൺസൈഡ് റിസ്ക് കുറഞ്ഞ ഗ്രോത്ത് ആസ്പെക്റ്റ് ഉള്ള കമ്പനി ആയിരിക്കും നിലവിൽ സൺഫാർമ. ഇതുകൂടാതെ പ്രൈവറ്റ് സെക്ടറിൽ കൺസിസ്റ്റൻറ്റ് ഗ്രോത്ത് റേറ്റ് കാഴ്ചവെക്കുന്ന മികച്ച അസറ്റ് ക്വാളിറ്റി നിലനിർത്തി പോകുന്ന ബാങ്കാണ് കോട്ടക് മഹീന്ദ്ര ബാങ്ക്. ഈ 4 കമ്പനികളാണ് ഞങ്ങളുടെ മിഡ്ഫീൽഡേഴ്സ്. എതിർ ടീമുകളുടെ ആക്രമണങ്ങളെ ചെറുത്തു നിൽക്കുന്നവരാണല്ലോ ഡിഫൻഡേഴ്സ്. നല്ല ഡിഫൻഡേഴ്സ് ഏതൊരു ടീമിൻ്റെയും ആത്മവിശ്വാസം കൂട്ടും. ഞങ്ങളിവിടെ തിരഞ്ഞെടുത്തിരിക്കുന്ന ഞങ്ങളുടെ കരുത്തുറ്റ ഡിഫൻഡേഴ്സ് പവർ ഗ്രിഡ്, HUL, HDFC ബാങ്ക് എന്നിവയാണ്. വിപണിയിലെ ചാഞ്ചാട്ടങ്ങളിലും ശക്തമായി പിടിച്ചു നിൽക്കാൻ കഴിവുള്ളതിനാൽ ആണ് ഇവരെ ഡിഫൻഡേഴ്സായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. രാജ്യത്തിൻ്റെ പവർ ട്രാൻസ്മിഷൻ ഗ്രിഡ് കമ്പനിയായ പവർ ഗ്രിഡ് സ്റ്റഡി ഗ്രോത്ത് കാഴ്ചവെക്കുന്ന ഡൗൺസൈഡ് വളരെ കുറഞ്ഞ ഷെയറാണ്. HUL ആവട്ടെ FMCG സെക്ടറിലെ കരുത്തുറ്റ പ്ലെയറാണ്. HDFC ബാങ്ക് എല്ലാവർക്കും തന്നെ അറിയാം, ഇന്ത്യൻ ബാങ്കിംഗ് ഇൻഡസ്ട്രിയിലെ ഏറ്റവും മികച്ച അസറ്റ് ക്വാളിറ്റി നിലനിർത്തി പോകുന്ന കമ്പനിയാണ്. ഇവർ 3ഉമാണ് ഞങ്ങളുടെ ടീമിലെ ഡിഫൻഡേഴ്സ്. അവസാനമായി ടീമിൻ്റെ ഗോൾ വേല കാക്കുന്നവരാണല്ലോ ഗോൾ കീപ്പർ. മികവുറ്റ ഗോൾ കീപ്പർ ടീമിന് ഗോൾ കയറാതെ സംരക്ഷിക്കും. ഇവിടെ ഗോൾ കീപ്പറായി തിരഞ്ഞെടുത്തിരിക്കുന്നത് ഒരു ഡെറ്റ് ഫണ്ടാണ്, UTI ഷോർട്ട് ടേം ഇൻകം ഫണ്ട്. ഈക്വിറ്റിയിൽ നിക്ഷേപിക്കുന്നത് മൂലമുള്ള റിട്ടേണിലെ വോളറ്റിലിറ്റി ബാലൻസ് ചെയ്യാനാണ് പോർട്ട്ഫോളിയോയിൽ ഡെറ്റ് ഫണ്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പ്രധാനമായും AAA റേറ്റിംഗ് ഉള്ള ക്വാളിറ്റിയുള്ള കോർപ്പറേറ്റ് ബോൺസിലാണ് നിക്ഷേപം നടത്തിയിരിക്കുന്നത്. കഴിഞ്ഞ കാലങ്ങളിൽ ഏകദേശം 8% റിട്ടേൺ കൊടുത്തിട്ടുള്ള ഫണ്ടാണിത്. ഇതാണ് ഞങ്ങളുടെ ഫുട്ബോൾ പോർട്ട്ഫോളിയോ തീം. ഇൻവെസ്റ്റേഴ്സിന് നിക്ഷേപിക്കാൻ ഉദ്ദേശിക്കുന്ന തുക ഈക്വലായി മുകളിൽ പറഞ്ഞ സ്റ്റോക്സിലും ഫണ്ടിലും നിക്ഷേപിക്കാം. മാർക്കറ്റ് വാച്ചിനെ ഇലക്കം അവസാനിക്കുന്നു. വിപണിയെ സംബന്ധിച്ച് നിങ്ങളുടെ സംശയങ്ങൾ തുടർന്നും എഴുതി അറിയിക്കുക. investment@asiannews.in എന്ന വിലാസത്തിലാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തേണ്ടത്. മാർക്കറ്റ് വാച്ചിനെ അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം. നമസ്കാരം.